Quantum mechanical treatment of helium atom. സോ നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ആറ്റം കഴിഞ്ഞ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് കയറുകയാണ്. അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് ഹീലിയം ആറ്റം. ബിക്കോസ് ഹൈഡ്രജൻ കഴിഞ്ഞാലുള്ള നമുക്ക് പഠിക്കാൻ പറ്റിയ നെക്സ്റ്റ് സിമ്പിൾ സിസ്റ്റം ഹീലിയം ആറ്റമാണ്. 2 ഇലക്ട്രോൺ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഹീലിയം ആറ്റത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന 1-2 കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമുക്ക് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമേ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ഇന്റർ ഇലക്ട്രോണിക് ടേംസ് കൂടെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആകും. സോ നമുക്ക് ഈ പറയുന്ന യൂഷ്വൽ കേസിൽ നമുക്ക് മിക്കവാറും കിട്ടുന്നതും ഈ പറയുന്ന മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് ആയിരിക്കും. കാരണം ഹൈഡ്രജൻ അല്ലാതെ വേറെ ഒരു സിസ്റ്റവും നമുക്ക് ഈ പറയുന്ന 1 ഇലക്ട്രോൺ സിസ്റ്റം ഇല്ല. പിന്നെ അല്ലെങ്കിൽ He+ ഒക്കെ എടുക്കണം, ഹീലിയം പ്ലസ് ഒക്കെ എടുക്കണം. In the case of 2 electron systems like helium, we rely on many methods to obtain the approximate wave functions and energy levels of the system. And in the independent electron approximation, we consider 2 electron atom without mutual repulsion of electrons and then take correction using variation or perturbation method. അപ്പോൾ അതായത് നമ്മൾ ഈ പറയുന്ന ഈ ഹീലിയം പോലെയുള്ള ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹീലിയം ആറ്റത്തിൻ്റെ കേസിൽ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഒറ്റ ഇലക്ട്രോൺ അല്ലല്ലോ. അപ്പോൾ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ടേം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ഹീലിയം ആറ്റത്തിൻ്റെ കേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ് ഹീലിയത്തിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ 2 ഇലക്ട്രോൺസും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആദ്യമേ അങ്ങ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാത്തതുകൊണ്ട് അതൊരു അൺപെർട്ടേബ്ഡ് സിസ്റ്റമാണ്. അവിടെ പെർട്ടർബേഷൻ ഒന്നുമില്ല, കാരണം ഇലക്ട്രോൺസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു അസംഷനിൽ നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ വേരിയേഷൻ അല്ലെങ്കിൽ പെർട്ടർബേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന കറക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. ഒറ്റയടിക്ക് തന്നെ ഇലക്ട്രോൺസ് എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെ ഇലക്ട്രോൺസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആദ്യമേ അങ്ങ് ഗസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഇൻട്രാക്ഷൻസ് നമ്മൾ വേരിയേഷൻ അല്ലെങ്കിൽ പെർട്ടർബേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അത് സമ്മപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ മെത്തേഡ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ഹീലിയം ആറ്റത്തിൻ്റെ കേസിൽ. പക്ഷേ ഹീലിയം ആറ്റത്തിൻ്റെ കേസിലും വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഹീലിയം ആറ്റം വരെയുള്ളത് നമുക്ക് കുഴപ്പമില്ലാതെ പോകാം. പക്ഷേ ഹീലിയം ആറ്റം കഴിഞ്ഞ് വരുന്ന കേസുകളിൽ ലൈക്ക് നമ്മുടെ ഈ പറയുന്ന ലിഥിയം ബെറിലിയം പോലുള്ള മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വരും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റംസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഹീലിയത്തിൻ്റെ കേസ് 2 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ കാൽക്കുലേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. സോ വലിയ ഇലക്ട്രോൺസ് 2-ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റംസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ ഈ പറയുന്ന കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ലൈക്ക് ദ സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് കാൽക്കുലേഷൻസ് അതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന ഹീലിയം ആറ്റത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ, എങ്ങനെയാണ് നമ്മളത് നോക്കുന്നത്, അത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. For helium atom, the independent electron approximation, for a 2 electron system like helium atom, the Hamiltonian is given as H12. 12 എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇനി H12 എന്ന് എഴുതണം നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ H cap എന്ന് മാത്രം ഇട്ടാലും മതി. H cap is equal to minus h square by 8 pi square into del 1 square plus del 2 square plus minus d square by r1 minus d square by r2 plus e square by r12. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡെൽ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു del 1ഉം del 2ഉം കാണുന്നുണ്ട്. അത് ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. del 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഷ്രോഡിംഗർ ഇക്വേഷൻ ഓർ സിംപ്ലി del ഫോർ ദ ഫസ്റ്റ് ഇലക്ട്രോൺ. അതായത് നമുക്കിപ്പം ഈ ഒരു 2 ഇലക്ട്രോൺ സിസ്റ്റം, ഹീലിയം പോലുള്ള 2 ഇലക്ട്രോൺ സിസ്റ്റം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സിമ്പിൾ കേസ് കൺസിഡർ ചെയ്യുക. ഹൈഡ്രജൻ ആറ്റം എടുക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ആ ഒരു ഇലക്ട്രോണെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3 കോർഡിനേറ്റ്സ് വേണം, എക്സും വൈയും സെഡും. ഹീലിയം ആറ്റത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 6 കോർഡിനേറ്റ് വേണ്ടി വരും. ഫസ്റ്റ് ഇലക്ട്രോണിന് x1 y1 z1, സെക്കൻഡ് ഇലക്ട്രോണിന് x2 y2 z2. അപ്പോൾ ആ x1 y1 z1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോ സ്ക്വയർ ബൈ ഡോ x1 പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ y1 പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ z1 ആണ് ഈ പറയുന്ന del 1 സ്ക്വയർ. അത് സെക്കൻഡ് ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് del 2 സ്ക്വയർ. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ്റെ അകത്ത് ഈ ബ്രാക്കറ്റിനകത്ത് 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ടേം ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ.
അല്ലെങ്കിൽ kinetic energy of the system. And the second square bracket indicates the potential energy of the system. And 1 and 2 are the positions of the electrons. നമ്മളിവിടെ ഈ H12 എന്ന് പറഞ്ഞാൽ del 1 del 2 എന്നൊക്കെ പറയുന്നതൊക്കെ അതേപോലെ R1 R2 ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഇലക്ട്രോൺസിൻ്റെ പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ്. R1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ ആയിക്കോട്ടെ, മീൻസ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ ആണെങ്കിൽ R1 മീൻസ് ന്യൂക്ലിയസിൽ നിന്ന് ആ ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. R2 മീൻസ് ന്യൂക്ലിയസിൽ നിന്ന് സെക്കൻഡ് ഇലക്ട്രോണിലേക്ക് ഡിസ്റ്റൻസ് ആണ്. അത്രേ ഉള്ളൂ. സോ ഇൻ ആറ്റമിക് യൂണിറ്റ്സ് നമുക്ക് വീണ്ടും ഈ പറയുന്ന ഒരു പ്രാക്ടിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ആറ്റമിക് യൂണിറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ആറ്റമിക് യൂണിറ്റ്സ് എച്ച് ക്യാപ്പ് ഇസ് ഈക്വൽ ടു -1/2 del 1 സ്ക്വയർ. ഇവിടെ ഒരു ഈക്വൽ ടു ഇവിടെ കൂടിപ്പോയിട്ടുണ്ട്. ഈ ഈക്വൽ ടുവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല നമുക്ക്. ഇറ്റ്സ് ആക്ച്വലി വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ നമുക്ക് എച്ച് ക്യാപ്പ് ഇസ് ഈക്വൽ ടു -1/2 del 1 സ്ക്വയർ മൈനസ് 1/2 del 2 സ്ക്വയർ മൈനസ് Z/R1 മൈനസ് Z/R2 പ്ലസ് 1/R12. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ ഈ ഇക്വേഷനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ആദ്യത്തെ ടേംസ് ഒന്ന് നോക്കുക. ആദ്യത്തെ ടേംസിൽ -1/2 del 1 സ്ക്വയർ മൈനസ് 1/2 del 2 സ്ക്വയർ, ഈ പറഞ്ഞ രണ്ട് ടേംസ് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മുകളിലത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഈ പറയുന്ന -1/2 നമ്മൾ ആറ്റമിക് യൂണിറ്റ്സിലേക്ക് എഴുതിയപ്പോൾ കൈനറ്റിക് ടേംസ് ആണ് ഈ വന്നിരിക്കുന്നത്, del 1 സ്ക്വയറിൻ്റെ del 2 സ്ക്വയറിൻ്റെ മൈനസ് Z/R1 മൈനസ് Z/R2 പ്ലസ് 1/R12. ഇവിടെ ഇവിടെ നമ്മൾ കാണുന്ന ഇത്രയും ടേംസിനകത്ത് ഈ 1/R12 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ടേമാണ്. ഓക്കെ, ഇവിടെ but for 1/R12 the 2 electron Hamiltonian will be H0 is equal to H01 plus H02, where H0 is the unperturbed Hamiltonian, H01 and H02 are the two hydrogen-like 1 electron Hamiltonian, each with a nuclear charge set. ഇവിടം വരെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 1/R12 എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇത് കൈനറ്റിക് ടേമാണ്. ഇത് ഫസ്റ്റ് ഇലക്ട്രോൺ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, ഇത് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഇത് ഇവർ തമ്മിൽ വരുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ R12, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനാണ് ഇവിടെ ഈ പറയുന്ന പാരാമീറ്റർ കൊണ്ട് അക്കൗണ്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ അപ്രോക്സിമേഷൻ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹീലിയം ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റം പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആയിട്ടിരിക്കുന്നത്. അതായത് ഒരു ഹീലിയം ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസും 2 ഇലക്ട്രോൺസും അല്ലേ ഉള്ളത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഈ പറയുന്ന ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ന്യൂക്ലിയസും. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം, 2 ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് ആയിട്ടാണ് നമ്മളൊരു ഹീലിയം ആറ്റത്തെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഹീലിയം ആറ്റത്തിനകത്ത് 2 ഇലക്ട്രോൺസ് അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ 2 ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് ആയിട്ടാണ് നമ്മളവരെ കൺസിഡർ ചെയ്യുന്നത് വിത്ത് ന്യൂക്ലിയർ ചാർജ് ഓഫ് Z. Then the zeroth order eigen value and eigen function will be psi 0 equal to psi 0 1,2, or that is equal to phi 1 into phi 2, and E0 that is equal to E0 1 plus E0 2. And in equation 4 ഈ പറയുന്ന phi 1 ഉം phi 2 എന്ന് വെച്ചാൽ they are orbital eigen functions, and E0 1 and E0 2 are the orbital eigen values. നമ്മൾ വേവ് ഫംഗ്ഷനെ 2 ഓർബിറ്റൽ ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. phi 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ, phi 2 മീൻസ് ഫോർ ദ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ. And H cap I phi I is equal to EI phi I. ഇത് നമ്മുടെ ജസ്റ്റ് ഈ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് മീൻ ചെയ്യുന്നത്രേ ഉള്ളൂ. phi 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് phi 1 into phi 2 നമുക്ക് പറയാം. phi 1 is the orbital wave function corresponding to the first electron, ഇത് സെക്കൻഡ് ഇലക്ട്രോൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. therefore phi 0 നമുക്ക് phi 1 into phi 2 എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും phi 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആണ്. ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ അതൊരു ഓർബിറ്റൽ ഏഗൻ ഫംഗ്ഷൻ കൂടിയാണ്. ഏഗൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഹാമിൽട്ടൺ ഓപ്പറേറ്ററിൻ്റെ മുകളിൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർബിറ്റൽ ഏഗൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ അല്ലെങ്കിൽ എനർജി ഏഗൻ വാല്യൂ ആയിരിക്കുന്നേ ഉള്ളൂ ഈ ഐ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഈ സൈ എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് psi 0 എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ E0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി കിട്ടും. ഓർബിറ്റൽ ഏഗൻ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ഓർബിറ്റൽ ഏഗൻ വാല്യൂ ഓഫ് എനർജി കിട്ടും. അത്രയേ ഉള്ളൂ. See, we know that H01 and H02 operate on electron 1 and 2 independently, and we have H0 psi is equal to H01 plus H02 into phi 1 phi 2, that is equal to E01 plus E02 into phi 1 phi 2, that is equal to E0 psi. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം, H0 psi equal to E0 psi.
അത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷനാണ്. H0 psi ഈക്വൽ ടു E0 psi. ഈ നടുക്ക് കാണുന്ന രണ്ട് ടേംസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ടേം H0 psi ആണ്. സിൻസ് H0 ഈസ് ഈക്വൽ ടു H01 പ്ലസ് H02 നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചാണ് ഇക്വേഷൻ 3യിൽ. സൈയുടെ വാല്യൂ 5152 അത് നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 4ലും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. RHS കാണുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന E01 പ്ലസ് E02 അത് E0യുടെ വാല്യൂ ആണ്. ദെൻ സൈയുടെ വാല്യൂ ആണ് 5152. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ 4 ടേംസ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇക്വേഷൻ ശരിക്കും H0 psi ഈക്വൽ ടു E0 psi എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് H0 psiയുടെ വാല്യൂ ആണിത്, E0 psiയുടെ വാല്യൂ ആണിത്. The wave function of the type in equation 4 has the physical interpretation that അതായത് നമ്മുടെ ഈ പറയുന്ന ഇക്വേഷൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ psi square ഈസ് ഈക്വൽ ടു phi1 square ഇൻറ്റു phi2 square ആൻഡ് ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി, ശരിക്കും പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ദാറ്റ് ദ ഇലക്ട്രോൺ 1 ഈസ് അറ്റ് ദ പോയിന്റ് x1 y1 z1 ആൻഡ് ഇലക്ട്രോൺ 2 ഈസ് അറ്റ് ദ പോയിന്റ് x2 y2 z2. നിങ്ങൾക്ക് അറിയാവുന്നതാണ് വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ എടുക്കുന്നത് എന്താണ്, സ്ക്വയർ എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ. Therefore, the zeroth order wave function of helium atom in atomic units will be psi 0 is equal to 1s1 into 1s2, that is equal to z cube by pi into e raised to minus zr1 into e raised to minus zr2. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ആറ്റോമിക് യൂണിറ്റ്സിലുള്ള ഹീലിയത്തിൻ്റെ സീറോത്ത് ഓർഡർ വേവ് ഫംഗ്ഷൻ അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്തുള്ളൊരു പ്രത്യേകത ഇത് വേവ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ദ കറസ്പോണ്ടിങ് എനർജി ഫോർ എ സീറോത്ത് ഓർഡർ ഏഗൻ വാല്യൂ വിൽ ബി E0 ഈസ് ഇക്വൽ ടു മൈനസ് z സ്ക്വയർ AU. നിങ്ങളിത് ഓർത്ത് വെക്കേണ്ടതാണ്, കാരണം ഡിറൈവ് ചെയ്തിട്ട് കിട്ടാതെ പോയാൽ പോലും ഇത് എഴുതാതെ പോരുത്. കാരണം E0 ഈസ് ഇക്വൽ ടു മൈനസ് z സ്ക്വയർ AU അത് ആദ്യമേ ഓർത്ത് വെക്കണം. ഹീലിയത്തിൻ്റെ കേസിൽ Z2 ആണ്. ദെർഫോർ E0 ഈസ് ഇക്വൽ ടു മൈനസ് 4 AU. അത് ആറ്റോമിക് യൂണിറ്റ്സ് ആണ്. ഇലക്ട്രോൺ വോൾട്ടേ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് 108.3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഞാൻ പറയാൻ കാരണം ഈ ഇക്വേഷൻ 9 നിങ്ങൾ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുമ്പോട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഇത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള ഇക്വേഷൻസ് ഓർക്കേണ്ടതല്ല, ഇത് വളരെ പ്രത്യേകമായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം ഡയറക്റ്റ് ഇക്വേഷനാണ്. അതിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. കുറച്ച് ടേബിൾ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ അത് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന വാല്യൂ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. E0 ഈസ് ഇക്വൽ ടു മൈനസ് z സ്ക്വയർ ആറ്റോമിക് യൂണിറ്റ് ആൻഡ് ഹീലിയത്തിൻ്റെ കേസിൽ ഫെഡിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് E0 ഈസ് ഇക്വൽ ടു മൈനസ് 4 AU, ദറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 108.3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ വെച്ച് ഹീലിയം ആറ്റത്തിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മൈനസ് 108.3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിവിടെ ചെയ്തത് ഹീലിയത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കാൽക്കുലേഷനായിട്ട് പ്രൊസീഡ് ചെയ്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മൈനസ് 108.3 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കുമുള്ള എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റഡ് വാല്യൂ മൈനസ് 78.4 ഇലക്ട്രോൺ വോൾട്ടാണ്. മൈനസ് 108.3 ഇലക്ട്രോൺ വോൾട്ട് കിട്ടിയ സമയത്ത് കിട്ടേണ്ടിയിരുന്നത് മൈനസ് 78.4 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാല്യൂസ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഇല്ല. കിട്ടേണ്ടത് വേറെ, കിട്ടേണ്ടത് വേറെ, കിട്ടിയത് വേറെ. സ്വാഭാവികമായിട്ടും ദിസ് വാല്യൂസ് ആർ നോട്ട് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഈച്ച് അതർ, ഓർ ദ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഈസ് നോട്ട് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഇറർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് സംഭവിച്ച ഇറർ ഇത്രയേ ഉള്ളൂ. ദ ഇറർ ഇൻ ദിസ് കാൽക്കുലേഷൻ വാസ് ദാറ്റ് ദ ഇൻ്റർ ഇലക്ട്രോണിക് ഇൻട്രാക്ഷൻ ടേം 1/R12 വാസ് നെഗ്ലക്റ്റഡ്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇപ്പം നമ്മളിപ്പം ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ വെച്ച് നമ്മൾ ചെയ്തു പോയി. 2 ഇലക്ട്രോൺസും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ നേരെ അങ്ങ് ചെയ്തു പോയി, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, നമ്മളൊരു വാല്യൂ ഇവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഇതുവരെ ഈ പറയുന്ന 1/R12 കൺസിഡർ ചെയ്തിട്ടില്ല. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ടേംസിനെ നമ്മൾ എന്ത് ചെയ്യണം, പെർട്ടർബേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആദ്യത്തെ ടേം കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന പെർട്ടർബേഷൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹീലിയം ആറ്റത്തിലേക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം.